കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകളിൽ ഇപ്പോൾ കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുരേഷ് പെരുന്നാട്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് പെരുന്നാട്. ഇന്നും നമുക്ക് പതുപോലെ ഒരു കുട്ടി ഗസ്റ്റ് വന്നിട്ടുണ്ട്. അഭിരാമി ജയകുമാറാണ്. അപ്പം അഭിരാമി ജയകുമാറിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ പ്രിയ ശ്രോതാക്കളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് അഭിരാമിയുടെ തന്നെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ഹായ് അഭിരാമി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖം, നല്ല വിശേഷങ്ങൾ. സുഖമല്ല, നല്ല വിശേഷങ്ങളോ? സുഖം, നല്ല വിശേഷങ്ങൾ. സുഖം, നല്ല വിശേഷങ്ങൾ. ഇപ്പോൾ ഏത് ക്ലാസ്സിലേക്കാണ് പഠിക്കുന്നത്? 9 എക്സാം എഴുതി 10th. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുകയാണോ? അതെ, ഹാപ്പിയാണ്. എന്തിൻ്റെ ഹാപ്പിയാണ്? 9th കഴിഞ്ഞതിൻ്റെ ഹാപ്പിയാണോ അതോ 10th ആവുന്നതിൻ്റെ ഹാപ്പിയാണോ? 10th ആവുന്നതിന്റെ ഹാപ്പി. 10th എന്താ അത്ര പ്രത്യേകത? 10th പ്രത്യേകത ഒന്നുമില്ല. 10th നമ്മുടെ ലൈഫിൽ ആദ്യത്തെ ഒരു പോയിന്റ് ആണ്. 10th എക്സാം, ആ ഒരു ഹാപ്പി ഉണ്ട്. ഹാപ്പിയുണ്ട്. 10th കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ ജീവിതത്തിന്റെ ഒരു പകുതി ഭാഗം തീരുകയാണല്ലോ. അപ്പോൾ രക്ഷപ്പെട്ട് 10th കഴിഞ്ഞല്ലോ, അവിടെ എത്തി എന്നുള്ള ഒരു സന്തോഷമാണെന്ന് വിചാരിച്ചു. അങ്ങനെയല്ലല്ലോ? അല്ല. അപ്പോൾ ഉള്ളിലുള്ള ഒരു ഉറച്ച മറുപടിയാണതല്ലേ? അതെ. ഓക്കെ. അപ്പോൾ എന്തായാലും 10th ഒക്കെ വളരെ ഈസി ആയിട്ട് തീരട്ടെ. ഇതൊരു എങ്ങനെയുണ്ട്? പഠിക്കാനൊക്കെ എങ്ങനെയാണ്? കുഴപ്പമില്ല, നല്ല ആവശ്യത്തിന് പഠിക്കും. അനാവശ്യത്തിന് പഠിക്കത്തില്ല? അങ്ങനല്ല, വലിയ ബുജ്ജി അങ്ങനൊന്നുമല്ല. വലിയ ബുജ്ജിയൊന്നും അല്ല, മീഡിയം, നമ്മൾ നോർമലാണ്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ആലിമൂട് ജീസസ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? വിശേഷങ്ങൾ വെക്കേഷൻ ആയിട്ട് വീട്ടിൽ കളിക്കുന്നു, പിള്ളേരൊക്കെ ആയിട്ട്. ആരും കൂട്ടാനാണോ? അമ്മയും കുട്ടിയൊക്കെ. അമ്മയും കുട്ടി. അമ്മയും കുട്ടിയും? ഇതിലാരാണ് അമ്മ, ആരാണ് കുട്ടി? അങ്ങനൊന്നുമില്ല. അന്നേരം ആരും കാണുന്നത് അവരെ അമ്മയും കുട്ടിയാണ്. അതിപ്പോ ഞാൻ പുതിയൊരു ഇത്രയും അരിയും കൂട്ടാനും കളി കേട്ടിട്ടുണ്ട്, ഒളിച്ചോട്ടം കേട്ടിട്ടുണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള കളി കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ അമ്മയും കുട്ടിയും അല്ലേ, അമ്മയും കുട്ടിയും ഒരു വെറൈറ്റിയാണ്. 2025 അല്ലല്ല, ഞങ്ങൾ നോർമലായിട്ട് ആണോ? അപ്പം ഇനിയിപ്പം അമ്മയും കുട്ടിയൊക്കെ കളിച്ചു വെച്ച് ഇനിയിപ്പം 10th ക്ലാസ്സിലോട്ടൊക്കെ പോകാൻ പോവാ. ഇനിയിപ്പോ ഒരു പോയിന്റ് അങ്ങ് മാറി പോവാ അല്ലേ? ഓക്കെ. ട്യൂഷനൊക്കെ പോകുന്നുണ്ടോ? ഇനിയിപ്പോ സ്കൂളൊക്കെ തുറക്കാറായല്ലോ അല്ലേ? എന്നാണ് സ്കൂൾ തുറക്കുന്നത്? ജൂൺ 2 പറയുന്നത്. അപ്പം 9th റിസൾട്ട് വന്നോ? ഇല്ല, ഇനി വരത്തേ ഉള്ളൂ. അപ്പോൾ ഇനി 10th ആവാനായിട്ടുള്ള ഇതിലൊക്കെ നിൽക്കുകയാണ്. ടെക്സ്റ്റ് ഒക്കെ വാങ്ങിയോ? ടെക്സ്റ്റ് ഒക്കെ വാങ്ങി. ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് അമ്മ, അച്ഛൻ, ഞാൻ, ചേച്ചി, അച്ചാമ്മ, അച്ചാച്ചൻ. എല്ലാവരും വല്ല ഹാപ്പിയാണോ? ഇത്രയും അംഗങ്ങളുള്ള ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആരെയാണ്? ഏറ്റവും കൂടുതൽ ഇഷ്ടം അമ്മയെ. അച്ഛന് ഇഷ്ടമല്ല? ഇച്ചിരിയും കൂടി ഇഷ്ടം അമ്മയുടെ. അമ്മയാണ്. ഓക്കെ. എന്താണ് ഒരു സ്പെഷ്യൽ ഇഷ്ടം വരാൻ കാര്യം? അങ്ങനൊന്നുമില്ല, വേറെ അടിക്കത്തൊന്നുമില്ല. അച്ഛനടിക്കും അല്ലേ? വഴക്ക് പറയും. ഓക്കെ. പലയിടത്തും പല രീതിയിലാണ്. ചിലർക്ക്, ഒട്ടുമിക്ക പേർക്കും പറയുന്നത് അമ്മയാണ് തല്ലുന്നത്, അച്ഛൻ അടിക്കത്തില്ല എന്ന് പറയും. ഇപ്പം അച്ഛൻ അടിക്കും, അമ്മ അടിക്കത്തില്ല. ചേച്ചിയായിട്ട് അടി വിടാറുണ്ടോ? എപ്പോഴും അടിയാണോ? നിങ്ങൾ എപ്പോഴാണ് ഹാപ്പി ആയിട്ടിരിക്കുന്നത്? എപ്പോഴാണ് രണ്ടുപേരും ഹാപ്പി ആയിട്ട് അങ്ങനെയൊന്നുമില്ല. എവിടെയെല്ലാം പോകുമ്പോ ഉണ്ടല്ലോ, വീട്ടിലെപ്പോഴും അടിയാ. ചേച്ചി എന്ത് ചെയ്യുന്നു? ചേച്ചി 10th എക്സാം എഴുതിട്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പം അടിയൊക്കെ കൂടെയുള്ള ചാൻസ് വളരെ കുറവായിരിക്കുമല്ലോ. ഓരോ സാധനങ്ങൾക്ക് വേണ്ടി ഞാൻ അടി ഉണ്ടാക്കും. ഓക്കെ. അപ്പോൾ പിന്നെ ഈ വേനൽക്കാലമൊക്കെ എങ്ങനെയായിരുന്നു? ഈ വേനൽക്കാലം എന്ന് വെച്ചത് അവധിക്കാലം എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെ ചെലവഴിച്ചു? അവധിക്കാലം കൂടുതലും കളിക്കും, പിന്നെ വീട്ടിൽ കിടന്ന് ഉറങ്ങും. ഈ അവധിക്കാലം ഇത്രയും ഉണ്ടായിരുന്നു? ഒന്നല്ല, ഇത്രയും മാസം ഉണ്ടായിരുന്നു. ഇത്രയും മാസം കിടന്ന് കഴിപ്പായിരുന്നോ? അല്ല, കളിക്കും, പിന്നെ ഇങ്ങനെ ഔട്ടിങ്ങിനൊക്കെ പോകും. എവിടെയാ പോയത് ഔട്ടിങ്ങിന്? ബീച്ചിൽ പോയി, സിനിമ കാണാൻ പോയി, പിന്നെ അമ്മമ്മയുടെ വീട്ടിലൊക്കെ പോയി. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു അവധിക്കാലം അടിച്ചു പൊളിച്ചോ? പൊളിച്ചു. ഹാപ്പിയാണോ? ഹാപ്പിയാണല്ലേ. പിന്നെ അതുപോലെ പാട്ടൊക്കെ പാടുവോ? ഇല്ല. കേൾക്കുന്ന ഇഷ്ടം, പാടുന്ന ഇഷ്ടമല്ല. ആരുടെ പാട്ടാ കൂടുതൽ കേൾക്കുന്നത്? എല്ലാരെയും കേൾക്കും. ഏറ്റവും കൂടുതൽ എങ്ങനത്തെ പാട്ട് കേൾക്കാനാണ് കൂടുതലും? ഇങ്ങനെ ഈ ലവ് അതൊക്കെ കേൾക്കുന്ന ഇഷ്ടം. അടിച്ചുപൊളി ഫാസ്റ്റ് നമ്പർ അങ്ങനൊന്നും ഇഷ്ടമല്ല? ഇല്ല, കേൾക്കും. അത് ആ പാട്ട് കേട്ട് ഡാൻസ് കളിക്കും. ഇങ്ങനെ കൂടുതൽ കേൾക്കാൻ താല്പര്യം. ഡാൻസ് കളിക്കും? പാട്ടിട്ട് ഡാൻസ് കളിക്കും. അതങ്ങനെ തന്നെ. അതെല്ലാവർക്കും അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഈ പാട്ട് കേട്ടാലേ ഡാൻസ് കളിക്കാൻ പറ്റൂ. അങ്ങനെയല്ലേ അവിടെ? അപ്പൊ എന്തായാലും നമുക്ക് ഡാൻസ് കളിപ്പിക്കാമായിരുന്നു. പക്ഷെ നമുക്ക് കളിച്ചത് ചില ആൾക്ക് കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെട്ടിരിക്കുകയാണ്. പിന്നെ പാട്ടും പാടത്തില്ല. പാട്ട് പാടാതെ നമുക്ക് 2 പേര് 4 പേര് പാടിപ്പിക്കായിരുന്നു. വേറെ എന്തൊക്കെയുണ്ട് ആക്ടിവിറ്റീസ് ഒക്കെ? ഇപ്പോൾ 9th ക്ലാസ്സിലൊക്കെ പഠിച്ച് ഇറങ്ങിയല്ലോ. അപ്പോൾ സ്കൂളിൻ്റെ ഒരു നല്ലൊരു മറക്കാനകത്ത് ഒരുപാട് അനുഭവങ്ങൾ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അതിൽ കൂടുതൽ നമുക്ക് ഹാർട്ട് ടച്ച് ചെയ്ത അനുഭവം എന്തെങ്കിലും ഉണ്ടോ? ഫ്രണ്ട്സുമായിട്ട്
ഇങ്ങനെ ഫുഡ് കഴിക്കുന്നതും ഒരു പാത്രത്തിൽ 2-3 പേര് കഴിക്കുന്നതും അടി ഉണ്ടാക്കുന്നതും പിന്നെ ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ ഇരുന്ന് ബഹളം വെക്കുന്നതും അങ്ങനെ പറയാറ് ഓർമ്മകൾ. നല്ല നല്ല ഓർമ്മകളുണ്ടല്ലേ. പക്ഷേ അത് നമുക്ക് ഒരിക്കലും നമ്മുടെ ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു പറയാൻ ഒരിക്കലും വാക്കില്ല എന്നുള്ളതാണ് അല്ലേ. നമുക്ക് ഒരുപാട് ഓർക്കാനായിട്ട് നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അത്രയും നമ്മുടെ ഹൃദയത്തിലൂടെ ചേർത്ത് വെക്കുന്നവരാണ്. പക്ഷെ അവർ മിസ്സാവുന്ന ഒരു സമയമുണ്ട്. 10th കഴിയുമ്പോൾ എല്ലാവരും പല പല ഇതായിരുന്നു. അതിന് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇപ്പോഴേ എല്ലാവരും ഏത് സ്കൂളിൽ വെക്കണം 10th കഴിയുമ്പം ഒന്നിച്ച് പഠിക്കണം ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. 10th എത്തുന്നേ ഉള്ളൂ അല്ലേ. അപ്പൊ നിങ്ങൾക്കും അങ്ങനെയാണോ? 9th പഠിച്ച കുട്ടികൾ തന്നെയാണോ 10th വരിക? അത് സെയിം ക്ലാസ് തന്നെയായിരിക്കുമോ? സെയിം ക്ലാസ് തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പം അതൊരു വലിയൊരു സങ്കടകരമായ ഒരു അനുഭവമാണ്. 10th പലരും ആ ഒരു പിരിയുന്ന ഒരു മുഹൂർത്തം അല്ലേ. ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? സുമയ്യ. ഓരോരുത്തർക്കും ഫ്രണ്ട് ആവുന്നതിൽ ഓരോ രീതികളുണ്ടല്ലോ. എങ്ങനെയാണ് ബെസ്റ്റ് ഫ്രണ്ട് ആയത്? എന്റെ സ്വഭാവത്തിനനുസരിച്ച് അതേ വൈബ് കിട്ടുന്നുണ്ട്. അപ്പൊ ബാക്കി അവരൊന്നും ആ ഒരു വൈബ് കിട്ടുന്നില്ലെന്നാണോ പറയുന്നത്? ഉണ്ട്, എല്ലാവരും ഫ്രണ്ട് എങ്കിലും ഇച്ചിരിയും കൂടി ഒരു ബോണ്ട് വളോടാ. സുമയ്യ. അപ്പം സുമയ്യ നമ്മുടെ നിങ്ങളുടെ സുമയുടെ സുഹൃത്ത് പറഞ്ഞു കേട്ടല്ലോ. അപ്പം ഏറ്റവും നല്ല വൈബ് സുമയ്യാണെന്ന് പറയുന്നത്. അപ്പോൾ അത് 10th ക്ലാസ് വരെയും കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. 10th ക്ലാസ് അല്ല, എൻ്റെ അഭിപ്രായത്തിൽ +1 +2 ഒക്കെ ഒരുമിക്കട്ടെ കേട്ടോ. ഓക്കെ, എവിടെയെങ്കിലും വെച്ചാൽ അവൾ മിസ് ചെയ്തേ പറ്റൂ. എങ്കിലും ഉള്ള കാലത്തിൽ എങ്ങനെ പോട്ടെ. പിന്നെ വേറെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ഉള്ളത്? ചുമ്മാതിരിക്കുന്ന സമയങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നത്തില്ല നമുക്ക്? ചുമ്മാ ഇരിക്കുമ്പോൾ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. കളിക്കാൻ തോന്നും, ഫുഡ് കഴിക്കാൻ തോന്നും, TV കാണും, ഫോണിൽ കളിക്കും. ഈ ചുമ്മാ ഇരിക്കാൻ ഫുഡ് കഴിക്കാനൊക്കെ തോന്നും. അയ്യോ, അത് ഭയങ്കര അത്ഭുതമാണ്. ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല. ഞങ്ങൾക്ക് വിശക്കുമ്പോഴേ തോന്നത്തുള്ളൂ. ചുമ്മാ ഇരിക്കുമ്പോൾ തോന്നും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തിന്നാൻ, സ്നാക്സും ഒക്കെ തിന്നാൻ തോന്നും. ദൈവമേ, അപ്പോൾ ചുമ്മാതിരിക്കും. അപ്പോൾ മാക്സിമം ഒരു ദിവസത്തിൽ ചുമ്മാ ഇരിക്കാറുണ്ടോ? ഉണ്ടോ? അപ്പം ഈ സ്നാക്സ് ഒക്കെ മേടിച്ച് കുഴഞ്ഞു കാണുമല്ലോ വീട്ടില്. ആണോ? ഇഷ്ട ഭക്ഷണം എന്താണ്? ഇഷ്ട ഭക്ഷണം ചോറും പരിപ്പ് സദ്യ കൂടെ ഇഷ്ടം. അപ്പൊ ഇത് സദ്യയുള്ളതൊക്കെ പോകാറുണ്ടോ? കല്യാണത്തിനൊക്കെ പോകാറുണ്ട്. അത് പറഞ്ഞപ്പോൾ തന്നെ ആ മുഖത്തില് ഒരു 5000-ന്റെ ബൾബ് കത്തിയ ഫീലിങ്സ് ആയിരുന്നു കേട്ടോ. സദ്യ ഉണ്ടെന്നു അല്ലെങ്കിൽ കല്യാണത്തിന് പോയി സദ്യ ഉണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കുണ്ടാകുന്ന സന്തോഷം. ഇപ്പൊ സദ്യക്ക് ഇഷ്ടംപോലെ വരട്ടെ പ്രാർത്ഥിക്കാം ഇല്ലേ. സദ്യ എന്ന് പറയുന്ന സംഭവം നമുക്ക് എപ്പോഴും കിട്ടുന്ന സാധനമല്ലല്ലോ. ഓണം വീട്ടിൽ എപ്പോഴും സദ്യ ആയിട്ടോ ആണോ? അല്ല, ഓണത്തിന് വിശേഷ ദിവസം മാത്രമേ ഉള്ളൂ. അന്ന് മാത്രമേ ഈ ബൾബ് കത്താറുള്ളൂ. ഓക്കെ, ബാക്കി ദിവസങ്ങളെല്ലാം 0 വോൾട്ട് ബൾബാണ് അല്ലേ. ഓക്കെ. അതൊക്കെ ഇനിയിപ്പം 10th ക്ലാസ്സിലൊക്കെ ട്യൂഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ രാവിലെ നമ്മൾ വീട്ടിൽ ഇച്ചിരിയെങ്കിലും ടൈം കിട്ടുന്നത് വളരെ കുറവായിരിക്കും ഇനി അല്ലേ. ഇപ്പൊ ട്യൂഷനൊക്കെ ഉണ്ടോ? കുറേ ഇടത്തൊക്കെ പോകുന്നുണ്ട് ട്യൂഷൻ. 2 പോകണം. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇപ്പൊ സാറുമാർ കുട്ടികളെ അടിച്ച് പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായം നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. അത് എന്നോട് യോജിക്കുന്നുണ്ടോ? അത് ശരിയോ തെറ്റോ? എന്താണ് അഭിപ്രായം? തെറ്റാണ് അടിച്ചു പഠിപ്പിക്കുന്നത്. തെറ്റാണ്. എന്തുകൊണ്ട്? അവരുടെ അടുത്ത് സ്നേഹത്തോടെ പറഞ്ഞു കൊടുത്താൽ അവരത് കേൾക്കും. അല്ലാതെ അടിച്ച് പറഞ്ഞു കൊടുത്താൽ അവർക്ക് കേൾക്കാൻ ഭയങ്കര പാടാണ്. ഓക്കെ, എന്നാലും അടി കൊടുക്കേണ്ടടുത്ത് അടി കൊടുക്കണ്ട എന്നാണോ പറയുന്നത്? അടി കൊടുക്കേണ്ടത് കൊടുക്കണം, എങ്കിലും കൂടുതലും ഇപ്പൊ കാണുന്നത് വെറുതെ അടിക്കുക, അതൊക്കെ മാറ്റണം. വെറുതെ അടിക്കുവോ അങ്ങനെ? വെറുതെ ഇങ്ങനെ എന്തെങ്കിലും ക്ലാസ് ശ്രദ്ധിച്ചില്ലെങ്കിലൊക്കെ വെറുതെ. കാരണമില്ല ഇവിടെ. ഇപ്പൊ ക്ലാസ് ശ്രദ്ധിച്ചില്ലെങ്കിലാണ് സാർ അടിക്കുന്നത്. അപ്പോൾ ഒരു കണക്കിന് അടിക്കുന്നത് നല്ലതല്ലേ? അപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, കുരുത്തക്കെട്ടില്ലാത്ത പിള്ളേരാണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ പഠിക്കാത്ത പിള്ളേരാണ് അല്ലെങ്കിൽ കുരുത്തക്കെടിക്കുന്ന പിള്ളേർക്കാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ് അഭിപ്രായം? അടിക്കുന്നത് നല്ലതോ കൊള്ളാത്തതോ? അടിക്കേണ്ട അടുത്ത് അടിക്കണം. അല്ലെങ്കിൽ അല്ലാതെ സാർമാർ അടിക്കത്തില്ലല്ലോ, തെറ്റ് കാണുമല്ലേ അടിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ 10th ക്ലാസ്സിൽ ഒരു ചൂരിലൊക്കെ ഇനി എടുക്കാമെന്നൊക്കെയാണ് നിയമം വന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പം ഇനിയിപ്പോൾ സാർമാർക്ക് കുട്ടികളെ അടിച്ച് പഠിപ്പിക്കാം എന്നൊക്കെ ഒരു നിയമം വന്നിട്ടുണ്ട് അല്ലേ. അത് കണക്ക് തന്നെ സ്കൂളിൽ ഇപ്പം നമുക്കിപ്പം സ്കൂളിലെ ജീവിതം എന്ന് പറഞ്ഞാൽ കോളേജ് ജീവിതം പോലൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? സ്കൂൾ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടിത്വം നിറഞ്ഞ ഒരു കാലഘട്ടമാണ് അല്ലേ. ഒരു കോളേജിലേക്ക് ചിന്തിക്കുന്ന ഒരു കാലമേ അല്ല, ഇപ്പം തിരിച്ചാണ്. ഇപ്പോൾ സ്കൂൾ തലത്തിലെ കോളേജിൻ്റെ ഒരു എക്സ്പീരിയൻസിലൂടെയാണ് സ്കൂൾ ജീവിതം പോലും പോകുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? സ്കൂൾ ലൈഫ് എന്ന് വെച്ചാൽ ഒരിക്കലും മറക്കാല്ല. കോളേജ് ലൈഫൊക്കെ എന്ന് വെച്ചാൽ 2-3 വർഷമൊക്കെ ഉള്ള, ഇത് കുട്ടിക്കാല ഒരു 7-8 വർഷമൊക്കെ ഉള്ള സ്കൂൾ ലൈഫ്. അത് കുറെ എൻജോയ് ചെയ്ത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് കറങ്ങി, കുറെ മണ്ടത്തരങ്ങളും അല്ലേ, കുറച്ച് കൊച്ചു കുസൃതികളും അല്ലേ, അങ്ങനെ കുറച്ച് തല്ലും, അങ്ങനെയൊക്കെ ഒരു രസകരമായിട്ടുള്ളൊരു സ്കൂൾ കാലം ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു. അതെ, തിരിച്ചു കിട്ടാത്തത് ഒരു സംഭവമാണല്ലോ. അങ്ങനെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ നിങ്ങൾ തല്ലൊക്കെ കൂടാറുണ്ടോ? എപ്പോഴും തല്ലാണോ? പഠിക്കാൻ എപ്പോഴും സമയം കിട്ടുക? അന്നേരം പഠിക്കത്തൊന്നുമില്ല, സ്കൂളിൽ പോകുന്നത് തന്നെ ഇങ്ങനെ ഫ്രണ്ട്സിനെ കാണാനും അലമ്പ് കാണിക്കാനും ഒക്കെ. ഇതിപ്പോ വീട്ടിലും കേൾക്കും, ടീച്ചറും കേൾക്കും, അപ്പോൾ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സുകളും കേട്ടാൽ കുഴപ്പമില്ല. ഉറച്ച തീരുമാനങ്ങളല്ലേ, കുഴപ്പമില്ല. നമ്മുടെ സത്യം പറയാം, സത്യം പറയാം. എന്തിനാണ് മറച്ചു വയ്ക്കുന്നത്? ഇപ്പോൾ സ്കൂളിൽ പോകുന്നത് നമുക്ക് പഠിക്കുന്നതിലുപരി നമുക്ക് അടിയുണ്ടാക്കാനും
അല്ലേ? ഫ്രണ്ട്സായിട്ട് കറങ്ങാനും കളിക്കാനും. കറങ്ങാൻ പോറുണ്ടോ? കറങ്ങാൻ ഇങ്ങനെ സ്കൂളിൽ വിട്ട് ഇങ്ങനെ കടകളിലൊക്കെ പോയി സിപ്പൊക്കെ കുടിച്ച്. അത് ശരി. ഇതൊക്കെ വീട്ടിൽ അറിയുന്നുണ്ടോ? അറിയുന്നുണ്ട്. അപ്പൊ പൈസയൊക്കെ തരുമോ? സിപ്പൊക്കെ വാങ്ങാൻ പൈസ ഫുള്ളൊന്നുമില്ല. അതല്ലേ? ഓക്കെ. അപ്പം ആ ഒരു ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഈ സ്കൂളിൽ പോകുന്നത് മര്യാദയ്ക്ക്, അല്ലെങ്കിൽ പോകത്തില്ല. എപ്പോഴും പഠിത്തം നിർത്തിയാനല്ലേ? ഇതൊരു ബോറായില്ലേ? ചുമ്മാ ഇരുന്ന് പഠിക്കണം, അതേപോലെ പുസ്തകം നൂത്ത് വയ്ക്കണം, എഴുതാണ്. ഇതേണൊക്കെ ഒരു ബോറ് പരിപാടി വേറെ ഒന്നുമില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? വെറുതെ പഠിക്കാൻ മാത്രമായിട്ട് സ്കൂളിൽ പോകുന്നത്. എന്തായാലും നമുക്കൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ചുമ്മാ നമ്മൾ പഠിക്കാൻ വേണ്ടി എന്തിനാണ് ഈ സ്കൂളിൽ പോകുന്നത്? അല്ലേ? ഒരു സ്കൂളിൽ പോയി കല്ലേറും ഇടിയും വഴക്കും ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ PT പീരീഡ് കൂടുതലും പഠിത്തത്തിനെക്കാട്ടി PT പീരീഡ് തന്നെ താല്പര്യം. PT പീരീഡ് കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, കളിക്കും. ഓക്കെ. അപ്പോൾ എന്തായാലും അത് അങ്ങനെ തന്നെ അങ്ങോട്ട് പോട്ടെ കേട്ടോ. അപ്പം ആഗ്രഹങ്ങളൊക്കെ എന്തായാലും തുറന്ന് പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം മറയില്ലാതെ തന്നെ തുറന്നങ്ങ് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും പച്ചയായിട്ട് തുറന്ന് പറഞ്ഞു. ഓക്കെ. അതുപോലെ തന്നെ നമ്മളെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ഭാവിയിൽ നമ്മൾ പഠിച്ച് നല്ല ആരാവാനാണ് ആഗ്രഹം? എയർ ഹോസ്റ്റസ് ആവണമെന്നായിരുന്നു ആഗ്രഹം. ഇതിപ്പോൾ മാറ്റിയോ? ഇവിടെ അപ്പോൾ മാറ്റിയോ? ഇല്ല, കുഞ്ഞിലെ കഥായിരുന്നു ആഗ്രഹം. ഇപ്പം +2 കഴിഞ്ഞ്. ഈ കുഞ്ഞിലെയുള്ള ആഗ്രഹം എന്ന് പറഞ്ഞല്ലോ, കുഞ്ഞിലെന്ന് പറഞ്ഞാൽ എത്ര വയസ്സ് വരെ? എത്ര വയസ്സെന്ന് വെച്ചാൽ 7ാം ക്ലാസ് വരെയൊക്കെ എനിക്ക് ഇതായിരുന്നു ആഗ്രഹം. പിന്നെ അത് ഭയങ്കര ടാസ്ക്, ഭയങ്കര പാടാന്ന് മനസ്സിലായതോടെ ഏതെങ്കിലുമൊക്കെ ജോലി മതി. ഏതെങ്കിലുമൊക്കെ ജോലിയുടെ നമ്മൾ തൃപ്തിപ്പെടും കേട്ടോ. അപ്പോൾ കുഞ്ഞിലെ നമ്മൾ ഈ എടുത്ത തീരുമാനത്തിൻ്റെ പവർ അറിയത്തില്ലായിരുന്നു. അറിവായപ്പോഴാണ് മനസ്സിലായത്, ദൈവം ഞാൻ ഈ ചിന്തിച്ചത് എന്തായിരുന്നു ചിന്തിച്ചത്. അപ്പോൾ നമ്മൾ പ്ലേറ്റ് അങ്ങ് മാറ്റി എന്ത് ജോലിയും ചെയ്യും. വെരി ഗുഡ്. അതിനും ഒരു ബിഗ് സല്യൂട്ട് തരിക. കാര്യം എന്ന് വെച്ചാൽ ആ ഒരു അഭിപ്രായത്തിനോട് നമുക്കെല്ലാം ഒരു സന്തോഷമുണ്ട്. കാര്യം നമുക്ക് എന്ത് ജോലിയും സ്വീകരിക്കും എന്ന് പറഞ്ഞതിൽ ആ ഒരു ഇതുണ്ടല്ലോ, അത് ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാണ്. നമുക്ക് ഇന്ന ജോലി അങ്ങനെ ഒരു തിരിച്ചില്ല. പക്ഷെ അങ്ങനെയല്ല. എന്നാൽ നമുക്ക് മനസ്സിൽ നമുക്ക് 10th പാസ്സായി നമുക്ക് നമ്മുടെ പിന്നെ അവിടെ തൊട്ട് നമ്മുടെ ജോലി നമുക്ക് നല്ലൊരു എയിം ഉണ്ടാവണം, നമുക്ക് നല്ലൊരു പൊസിഷനിലെത്തണം, ഒരു സർക്കാർ ജോലിയൊക്കെ മേടിക്കണം, ആ ഒരു ചിന്തയിലോട്ട് വരണം. ഓക്കെ. എന്താണ് ഏറ്റവും കൂടുതൽ മനസ്സിനെ വിഷമിപ്പിച്ച എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? മറക്കാനാകാത്ത നമ്മളെ പറ്റി ഇല്ലാത്തൊക്കെ പറയുമ്പോൾ ഭയങ്കര വിഷമം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചിട്ടുള്ള സന്ദർഭം ഏതാണോ? ചിരിപ്പിച്ചിട്ട് കൂടുതലും ചിരിപ്പിക്കുന്ന ഈ സ്കൂളിലൊക്കെ പോകുമ്പോൾ ടീച്ചർ പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോൾ തമാശയൊക്കെ പറഞ്ഞ് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന കേൾക്കാതിരുന്ന് ചിരിക്കുകയും സ്നാക്സ് ഒക്കെ തിന്നുക, അതൊക്കെ ഏറ്റവും കൂടുതൽ. ഓക്കെ. അപ്പോൾ എന്തായാലും ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ. ഇപ്പം എന്തായാലും നമുക്കൊരു വിഷമമുള്ളൂ, ഒരു പാട്ട് പോലും കേൾക്കാൻ പറ്റിയില്ല എന്നുള്ളത് ഒരു സങ്കടമുണ്ട്. എന്നാലും ഡാൻസൊക്കെ കളിക്കുമെന്ന് പറഞ്ഞു, അതെല്ലാം കണ്ടിന്യൂ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കുക. ഓക്കെ. ഇനിയിപ്പം 10ാം ക്ലാസ്സിന് ഒക്കെ പ്രവേശിക്കാനിരിക്കുന്ന നമ്മുടെ അഭിരാമിക്ക് ഞങ്ങളുടെ എൻ്റെയും റേഡിയോ ബെൻസിൻ്റെ നമ്മുടെ പ്രിയ ശ്രോതാക്കളുടെ പേരിലെല്ലാം 1000 ആശംസകൾ നേരുകയാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.